السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد. اللهم اغفر لنا وارحمنا ولوالدينا واجمعنا في زمرة الصالحين وعبادك المتقين. റിദ്ദത്തിൻ്റെ പാഠമാണ്. ഇസ്ലാം സ്വീകരിച്ച ഒരാൾ, മുസ്ലിമായ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക എന്നത് വലിയ കുറ്റമാണ്. ആദ്യമേ കാഫറായ ആളേക്കാൾ വലിയ കാഫറാണ് ഇയാൾ, ഏറ്റവും വലിയ കുഫറാണ്. റിദ്ദത്തിന് മുമ്പ് ചെയ്ത എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും. എന്താണ് റിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് നിർവചനം പറയാം. ഖത്ഉ മുക്കല്ലഫിൻ ഇസ്ലാമൻ ബി കുഫ്രിൻ. ബുദ്ധിയും പ്രായപൂർത്തിയൊക്കെ ഉള്ള ഒരാൾ സ്വയഷ്ടപ്രകാരം തൻ്റെ ഇസ്ലാമിനെ മുറിക്കുക. ബി കുഫ്രിൻ, കുഫ്രോണ്ട് മുറിക്കുക, ഇസ്ലാമിനെ മുറിക്കുക. അസ്മൻ, ഉദ്ദേശപൂർവ്വം മുറിക്കുക. ഞാൻ കാഫറാകാണ് എന്നാണ് കരുതുക. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. നഊദു ബില്ലാഹി മിനൽ റിദ്ദ. അല്ലെങ്കിൽ ഞാൻ അടുത്ത കൊല്ലം കാഫറാവും നടക്കരുത്. എങ്ങനെയായാലും അവൻ കാഫറാവും, ഇപ്പം തന്നെ കാഫറാവും. അപ്പം ഉദ്ദേശം കൊണ്ട് മുറിക്കുക, മനസ്സിൽ കരുതൽ കൊണ്ടോ, ഔ ഖൗലൻ അല്ലെങ്കിൽ വാക്ക് കൊണ്ടോ, ഔ ഫീലൻ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടൊക്കെ ഇസ്ലാമിന് മുറിക്കുക അറിയുമ്പോൾ, ഇസ്ലാമിന് മുറിക്കുന്ന ഒരുപാട് വാക്കുണ്ടാവുക, അല്ലെങ്കിൽ ഇസ്ലാമിന് മുറിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടാവുക. ബിംബങ്ങൾക്ക് സുജൂദ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഞാൻ കാഫറാണ് എന്ന് പറയാം. അപ്പോൾ വാക്കുകൊണ്ടോ വിശ്വാസം കൊണ്ടോ കരുത്തുകൊണ്ടോ വാക്കുകൊണ്ടോ ഫെയില് കൊണ്ടോ മുറിക്കുക. വാക്കുകൊണ്ടും ഫെയില് കൊണ്ടൊക്കെ ആകുമ്പോൾ ബേത്തിഖാദിൻ, വിശ്വാസത്തോടു കൂടെയുള്ള വാക്കോ പ്രവൃത്തിയായിരിക്കണം. ആ പ്രവൃത്തിയെ വിശ്വസിക്കണം, അല്ലെങ്കിൽ അയാൾ പറയുന്ന വാക്കിൽ വിശ്വസിക്കണം. അതായത് ഒന്നും വിശ്വസിക്കാതെ പറയുകയോ പറഞ്ഞാലൊന്നും എന്താവില്ല, കാഫറാവില്ല. അല്ലെങ്കിൽ ഔ മഅ ഇനാദിൻ, സത്യമാണെന്നറിഞ്ഞിട്ടും ഒരു വാശി കാരണമായിട്ട് മുറിക്കുക. ഇനാദ് എന്ന് പറഞ്ഞാൽ അതാണ്. സത്യമാണ്, ഉള്ളിൽ സത്യമാണെന്നല്ല, പുറത്തേക്ക് എന്ത് ചെയ്യുക, നിഷേധിക്കുക. അല്ലെങ്കിൽ പുറമേയുള്ള നിഷേധത്തോടെ, ഉള്ളിലോന് സത്യമാണ് എന്നറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളത്, മുഹമ്മദ് നബി അള്ളാഹിൻ്റെ ദൂതനല്ല എന്ന് പുറത്തേക്ക് പറയാം. അത് ഇനാദ് എന്നതിന് പറയാം. അകത്ത് വിശ്വാസം ഉണ്ടായിരിക്കുക, പുറത്ത് നിഷേധം കാണിക്കുക, അല്ലെങ്കിൽ പ്രവർത്തിക്കുക. ബിംബങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സുജൂദ് ചെയ്യുക. ഇത് ഇനാദ് എന്നാണ് പറയാം. വാശിക്കും വേണ്ടി. ബാഹ്യമായ വിച്ഛേദത്തോടെ, ഔ മാ ഇസ്തിഹ്സാനാണ് ഈ പരിഹാസം കൊണ്ട്, ഇസ്തിഖ്ഫാഫ് എന്ന് പറയും. അപ്പോൾ പേടിയോടുകൂടി പറഞ്ഞാൽ കാഫിറാവൂല. ഇവിടെ ചില ഔലിയാക്കന്മാരൊക്കെ പറഞ്ഞ വാക്കൊക്കെ അതിൽപ്പെട്ടതാണ്. അനല്ലാഹ് എന്ന വാക്കൊക്കെ അതിൽപ്പെട്ടതാണ്. ഇബ്നു അറബിയെ പോലെയുള്ള ആളുകൾ അവരൊന്നും എന്തല്ല, ഒരു സ്വയം ബോധത്തിൽ പറഞ്ഞതല്ല. സ്വയം ബോധത്തിൽ പറയുമ്പോഴേ എന്താവുള്ളൂ, ഇസ്ലാമെന്ന് പുറത്താവുള്ളൂ. പിന്നെ അവരാ പറഞ്ഞതിനൊക്കെ ചില വ്യാഖ്യാനങ്ങൾ കൂടിയുണ്ട്. മനസ്സിലങ്ങനെ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ അവരേതർത്ഥത്തിലാണ് പറയാന്നുള്ളത് അറിയാതെ നമ്മളൊക്കെ അവർ കാഫറാക്കാൻ പറ്റൂല. അപ്പോൾ ഒരു ഗൈബത്തിൻ്റെ അവസ്ഥ എന്ന് പറയാം. അവർക്ക് അവരെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടുന്ന സമയത്ത് പറയാം. ഇതാണ് ഗൈബത്ത്. ബുദ്ധി മറയുന്ന ഒരു സമയത്ത് പറയാം. കനഫി സാനീൻ, സൃഷ്ടാവിനെ നിഷേധിക്കും പോലെ, കുഫറിൻ്റെ കാരണം ലോകത്തിൻ്റെ ഒരു സൃഷ്ടാവിനെ നിഷേധിക്കുക. വനബിയിൻ, നബിയിനെ നിഷേധിക്കുക. വജഹദി മുജ്മഇൻ അലൈഹി, ദീനിൽ തർക്കമില്ലാതെ അറിയപ്പെട്ട കാര്യം നിഷേധിക്കുക. ജഹദ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു എന്ന, ജുഹൂദ് നിഷേധം. ഒരു വ്യാഖ്യാനവും കൊടുക്കാതെ ദീനിൽപ്പെട്ടതാണെന്ന് ഒരു വ്യാഖ്യാനത്തിനും പഴുതില്ലാത്ത വിധം അള്ളാഹുവിൻ്റെ ദീനിൽപ്പെട്ടതാണ് എന്ന്
സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും അറിയുന്ന ഒരു കാര്യത്തെ നിഷേധിക്കുക. ഇപ്പം 5 വക്ത് നിസ്കാരം നിർബന്ധമാണ് എന്നുള്ളത് നിശ്ചയിച്ചാൽ കാഫറാവും. കച്ചവടം ഹലാലാണ്, നിക്കാഹ് ഹലാലാണ്, കള്ളുടിക്കൽ ഹറാമാണ്, ലിവാത്ത് ഹറാമാണ്, വ്യഭിചാരം ഹറാമാണ്, റവാത്തിബ് സുന്നത്ത് എന്ന സുന്നത്തുണ്ട്, പെരുന്നാളുണ്ട്. ഇതൊക്കെ ദീനിൽ ദറൂറത്തോട് അറിയപ്പെട്ട കാര്യങ്ങളാണ്. സലാം പറയൽ, അങ്ങനെ ഇസ്ലാമിൽ സലാം പറയലൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒന്ന് പുറത്തു പോകും. സുജൂദിൽ മഖ്ലൂഖിൻ, സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാം വിശ്വാസപൂർവം, അല്ലെങ്കിൽ ഒരു വാശിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ പരിഹാസം എന്ന രീതിയിൽ. സ്വേഷ്ടപ്രകാരം നഫീസാനി മഖ്ലൂഖിന് സുജൂദ് ചെയ്യാം. അതൊക്കെ കുഫറിൻ്റെ അടയാളമാണ്. റുക്കു കൊണ്ട് കുഴപ്പമില്ല എന്നുള്ള പറയുന്നുണ്ട് കേട്ടോ. റുക്കു കൊണ്ട് ഇസ്ലാം ഒന്ന് പുറത്തൊന്നും പോരാ. അള്ളാനെ ബഹുമാനിക്കും പോലെ ഒരു സൃഷ്ടിനെ ബഹുമാനിച്ചാലും അങ്ങനെ തന്നെ കാഫറായി പോകും. തറദ്ദുദ് മി കുഫ്രിൻ, കുഫ്രിനെ ചെയ്യണോ വേണ്ടേ എന്ന് സംശയിച്ചാലും ഇസ്ലാം എന്ന് പുറത്തു പോകും. ഓക്കെ, ഒരു മുസ്ലിമിനെ കാഫറാക്കുക, അങ്ങനെയുള്ളതൊക്കെ പ്രശ്നങ്ങളാണ്. കുഫ്ർ കൊണ്ട് തൃപ്തിപ്പെടുക, കുഫ്റിന് മനസ്സുകൊണ്ട് തൃപ്തിപ്പെടുക, അത് മതി, ഹിന്ദു മതം മതി, അത് നല്ല മതമാണ് എന്നൊക്കെയാണ് വിശ്വസിക്കുക. ഞാൻ കുഫ്റോട് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതം നല്ല മതമാണ്, ഇസ്ലാം മതം പുറത്തു. വേറെയുണ്ട് ഖുർആൻ്റെ ഇജാസ് നിഷേധിക്കുക, മാനസികത അല്ലെങ്കിൽ ഖുർആൻ്റെ അറഫ് നിഷേധിക്കുക. അബൂഖല്ലാൻ സ്വഹാബി അല്ല എന്ന് പറയാം, ആയിഷ ബീവി വിചരിച്ചവളാണെന്ന് പറയാനോ ഇത് ബില്ലാഹ്, അതൊക്കെ. ഇസ്തതാബു മുർത്തദിൻ, ഈ മുർത്തദിൻ്റെ ഹുക്കം എന്താന്ന് പറയും. മുസ്തദിനോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെടണം, ആണായാലും പെണ്ണായാലും. എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണെങ്കിലോ സുമ്മ കുത്തില, എന്നിട്ട് തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് നീ തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ കൊല്ലപ്പെടും. ആരെ കൊല്ലാ? ഭരണാധികാരിട്ടോ അല്ലെ നാട്ടുകാർ കൊല്ലാൻ പറ്റൂല, പെരടി വെട്ടി കൊല്ലാം. താമസം ചെയ്തു കൊടുക്കപ്പെടാതെ തന്നെ തൗബ ചെയ്യാൻ പറയാം. തൗബ ചെയ്തു എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടും ചെയ്ത്. ഞാൻ തൗബ ഒന്ന് ചെയ്യാൻ വാശി പിടിക്കുമ്പോൾ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. ഇനി വേറെ കുറേ ചർച്ചകൾ ഇതിൻ്റെ സറഹിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് തന്നെ പറയണം ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ. മനസ്സിൽ മാത്രം പോരാ, അത് ഇസ്ലാം എന്ന സാധനം ഉണ്ടാണെങ്കിൽ അതുകൊണ്ട് മൊഴിയണം. അള്ളാഹു ഏകനാണ്, മുഹമ്മദ് നബി അള്ളാഹിൻ്റെ റസൂലാണ് എന്നുള്ള വിശ്വാസം മനസ്സിൽ ഉറച്ചാലും അത് ഇങ്ങോട്ട് തലഫുദ് വേണം, മൊഴിയുക എന്നുള്ള സ്ഥലത്താണ്. മനസ്സിൽ പോരാ. ഞാൻ അറബിയിലാണെന്നില്ല, അതിൻ്റെ മലയാളത്തിലായാലും മതി, ഏത് ഭാഷയിലായാലും മതി, അർത്ഥം അറിയണമെന്നുള്ളൂ. ഇനി ഹദ്ദുകളെ കുറിച്ചുള്ള ശിക്ഷകളെ കുറിച്ചാണ് പറയുന്നത്. ഹദ്ദ് കാരണം ശിക്ഷ. ഒന്ന് വ്യഭിചാരത്തിൻ്റെ ശിക്ഷയാണ് ആദ്യം പറയാൻ പോകുന്നത്. ഏറ്റവും വലിയ കുറ്റം രിദ്ദത്താണെന്ന് പറഞ്ഞില്ലേ, കുഫറും രിദ്ദത്തുമാണെന്ന് പറഞ്ഞില്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ കൊലപാതകമാണ്. പിന്നുള്ളത് വ്യഭിചാരാണ്. അള്ളാഹു കാക്കട്ടെ. യജ്ലിദു ഇമാമുൻ ഹുറൻ മുക്കല്ലഫൻ സന, വ്യഭിചരിച്ച ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള സ്വതന്ത്രനായ മനുഷ്യനെ ഭരണാധികാരി അടിക്കും, അഥവാ അടിക്കണം. എന്തിന്? വ്യഭിചരിച്ചാൽ. ഈ വ്യഭിചാരത്തിന് മാത്രമാണ് ഇപ്പോൾ ഈ ശിക്ഷ ഉള്ളത്. മുന്തുവാരത്തിലോ ബിന്ദുവാരത്തിലോ ആകുമ്പോൾ ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട്. എത്ര അടിക്കണം? 100 അടി. യുഗറിബു ആമൻ, ഒരു കൊല്ലം. ഗരീബാക്കുക, ഒരു കൊല്ലം. ഒരു നിസ്കാരം കസ്റാക്കാൻ പറ്റുന്ന ദൂരത്തിൻ്റെ അപ്പുറത്തേക്ക്
ഇൻഖാന ബിക്രൻ, എപ്പോഴാണ് ഈ ശിക്ഷ? തീരെ വിവാഹം ചെയ്യാത്ത ബിക്രാണെങ്കിൽ. ലാമാഹില്ലിൻ, അനുവദനീയമാണ് എന്ന വിചാരത്തോടു കൂടി വ്യഭിചരിച്ചാൽ ഈ ശിക്ഷ ഉണ്ടാവുന്നതല്ല. ഇപ്പം ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ, അയാളെ സമൂഹത്തിലേക്ക് വ്യഭിചാരമുണ്ട്, അപ്പം ഇൻസന വ്യഭിചരിച്ചാൽ ശിക്ഷ ഉണ്ടാകൂല. മാഹില്ലിൻ, അനുവദനീയമാണ് എന്ന വിചാരത്തോടു കൂടെ. ഔ തഹലീൽ ആലിമിൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആലിമ് എന്തോ ഒരു ന്യായം പറഞ്ഞിട്ട് ഹലാലാക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ആലിമല്ല, എണ്ണപ്പെടാവുന്ന ഒരു ആലിമ്. ഇപ്പോൾ വലിയില്ലാത്ത നിക്കാഹ്, അത് അബൂ ഹനീഫ ഇമാമിന്റെ അടുക്കൽ വലിയില്ലാത്ത നിക്കാഹ് സ്വഹിയാണ്. അതിന് സാക്ഷികളില്ലാത്ത നിക്കാഹ്, മാലിക്കി മദ്ഹബിൽ സാക്ഷികളില്ലാതെ നിക്കാഹ് സ്വഹിയാണ്. അപ്പോൾ ആ അടിസ്ഥാനം നോക്കുമ്പോൾ നമ്മളെ മദ്ഹബിൽ വ്യഭിചാരമാണല്ലോ, പക്ഷെ അവരെ മദ്ഹബിൽ എന്തല്ല, അത് വ്യഭിചാരമല്ല. നമ്മളെ മദ്ഹബിൽ വലിയും സാക്ഷിയില്ലാത്ത നിക്കാഹ് കല്യാണം നടന്നാൽ അത് വ്യഭിചാരമാണ്, അതിന് ശിക്ഷിക്കണം എന്നാണ്. പക്ഷെ മറ്റ് മദ്ഹബിൽ അത് ഹലാലാകുന്നുണ്ടല്ലോ, സാക്ഷികളില്ലാതെ മാലിക്കി മദ്ഹബ് പറ്റും. അത് അവർ വീട്ടിൽ കൂടുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലുമൊക്കെ പ്രസിദ്ധപ്പെടുത്തിയാൽ മതി. നിക്കാഹ് ചെയ്യുമ്പോൾ വലിയ ഷാഹിദ് വേണ്ട എന്നുള്ളതാണ്. അബൂ ഹനീഫ പറയുന്നത് വലിയ വേണ്ട, പെണ്ണിന് സ്വന്തം ശരീരം കെട്ടിക്കുക എന്നുള്ളതാണ്. പക്ഷെ രണ്ടും കൂടി ഇല്ലാതെ ചെയ്താൽ വ്യഭിചാരം കേട്ടോ. വലിയുമില്ല സാക്ഷിയില്ല, അങ്ങനെ ഒരു പണ്ഡിതനും വരെ പറയാത്തതുകൊണ്ട്. അതായത് മുത്തഅത്തിൻ്റെ നിക്കാഹ്, ശിയാക്കളൊക്കെ നടത്തുന്ന 2 മാസത്തിന് 3 മാസത്തിന് കല്യാണം കഴിക്കുക, അത് പറ്റൂല. അതിലും എന്തുണ്ടാവില്ല, പറ്റില്ല എന്നല്ല, അതിലും ശിക്ഷ ഉണ്ടാവില്ല. പക്ഷെ ഒരു ഭരണാധികാരി അത് പാടില്ല എന്ന് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേര് ശിക്ഷ ഉണ്ടാവും. ഉയർജമു, ഈ ഭരണാധികാരി എറിഞ്ഞണം. മുഹ്സനായ ആണായാലും പെണ്ണായാലും മരിക്കുന്നത് വരെ എറിഞ്ഞു കൊല്ലണം എന്നാണ്. ജനങ്ങളൊന്നായിട്ട് ചുറ്റുഭാഗത്തും കൂടി നിന്നിട്ട് എറിഞ്ഞു കൊല്ലണം. റജ്ജമ എന്നാണ് എറിഞ്ഞു. മുഹ്സൻ എന്ന് പറഞ്ഞാൽ വിവാഹിതനായ ആണിനെയും പെണ്ണിനെയും. വൗഹിറ റജുമുൻ, ഈ എറിഞ്ഞു കൊല്ലൽ പിന്തിപ്പിക്കേണ്ടതാണ്. വദീ ഹംലിൻ, ഇപ്പം ഈ വിചാരത്തിൽ ഗർഭം ഉണ്ടായാൽ ഈ ഗർഭം പ്രസവിക്കുന്നത് വരെ വദീ ഹംലിൻ ഉഹിറ റജുമുൻ, റജും എറിഞ്ഞു കൊല്ലാ. കുട്ടീനെ എറിഞ്ഞു കൊല്ലാൻ പറ്റൂലല്ലോ, കുട്ടി നിരപരാധിയല്ലേ. ഫിത്താമിൻ, മുലകുടി അവസാനിക്കുന്നത് വരെ, അതിനാ ഫത്തമ എന്ന് പറയാം, ഫിത്വാം. ഈ വ്യഭിചാരം എങ്ങനെയാണ് ഇപ്പോൾ സ്ഥിരപ്പെടുക? അത് എറിഞ്ഞു കൊല്ലാണെങ്കിലൊക്കെ വ്യഭിചാരം ഉണ്ട് എന്നുള്ള കോടതി സ്ഥിരപ്പെടണ്ടേ? അതെ. ഇഖ്റാൻ, അയാൾ തന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ വ്യഭിചാരം സ്ഥിരപ്പെടും. അയാളെന്നെ സംബന്ധിച്ച് പറഞ്ഞു, പിന്നെ നിഷേധിച്ചാൽ പിന്നെ അല്ല കേട്ടോ, അങ്ങനെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ. ബയ്യനത്തിന് സാക്ഷികൾ മുഖേന, ഈ 4 സാക്ഷികൾ വേണം. ഇനി ഒരാൾ വ്യഭിചാരം ഉണ്ടായിരുന്നു സംബന്ധിച്ച് കോടതിന്റെ മുമ്പാകെ വന്നിട്ട് സുമ്മറജ, പിന്നെ പിന്മാറിയാൽ സഖത്ത, ശിക്ഷ ഒഴിവാകുന്നതാണ്. വഹുദ്ദ ഖാദിഫുൻ മുഹ്സനൻ സമാനീന, ശുദ്ധനായ ഒരു വ്യക്തിയെ വ്യഭിചാരം കൊണ്ട് ആരോപിച്ചവനെ ശിക്ഷിക്കപ്പെടും. സമാനീന, 80 അടി കൊണ്ട് ശിക്ഷിക്കപ്പെടും. ഒരു ഖാദഫ എന്ന് പറഞ്ഞാൽ വിചാരാരോപണം നടത്തുന്നതിന് ഖദ്ഫ് എന്ന് പറയാം. ഖദഫ യഖ്ദിഫു ഖദ്ഫു ഖാദിഫുൻ. മുഹ്സൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമായ, വ്യഭിചാരിച്ചിട്ടില്ലാത്ത ഒരു മുസ്ലിമിനെ കുറിച്ച്, വ്യഭിചാരം അറിയപ്പെട്ടിട്ടില്ലാത്ത ഒരു മുസ്ലിമിനെ കുറിച്ച് അയാൾ ഇന്ന സ്ത്രീയാണ് വ്യഭിചരിച്ചു എന്നൊരാൾ പറഞ്ഞാൽ സമാനീന 80 അടി അടിക്കുന്നതാണ്. വ്യഭിചരിച്ചവനെ എന്നൊക്കെ വിളിക്കുക കയ്യിൽപ്പെട്ടതാണ്. ഇനി കള്ളുകുടിൻ്റെ ശിക്ഷയാണ്. ഭരണാധികാരികളെ പകരക്കാരനൊക്കെ ഇതൊക്കെ ഭരണകൂടത്തിന് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ നമ്മളെ നാട്ടിൽ നടപ്പാക്കില്ല. ഒക്കെ ഈ ഭരണകൂടം ഉണ്ടാകുമ്പോൾ ശിക്ഷ. വെജിരിതു മുക്കല്ലഫൻ ആലിമൻ, മുക്കല്ലഫായ ഹറാമാണെന്നറിയുന്ന വ്യക്തി അടിക്കണം. എങ്ങനത്തെ വ്യക്തി? ശരീബ ഹംറൻ, കള്ള് കുടിച്ച, ചികിത്സയ്ക്ക് വേണ്ടിയല്ലാതെ കള്ള് കുടിച്ച വ്യക്തി അടിക്കണം. വെജിരിതു മുക്കല്ലഫൻ ആലിമൻ ശരീബ ഹംറൻ. ഓക്കെ, കള്ള് കുടിച്ചാൽ, ലഹരി ഉപയോഗിച്ചാൽ എന്നർത്ഥം. ലഹരി ഉപയോഗിച്ചാൽ അവനെന്താക്കണം? അടിക്കണം. എത്രയാണത്? 80 അല്ല 60. കള്ള് നല്ല ഹറാമാണ്, അതൊരു തുള്ളിയായാലും ഹറാമാണ്. ഇനി മസ്ത് ഉണ്ടായാലും മസ്ത് ഇല്ലെങ്കിലും അത് ഉപയോഗിക്കൽ ഹറാമാണ്. അത് ഉപയോഗിച്ചവനെ ശിക്ഷിക്കണം, 40 അടി അടിക്കണം.
ഈ കള്ളിനാണ് ഇപ്പം 40 അടിയിലിടും. മറ്റേ ലഹരി എല്ലാം അതിൽ പെട്ടിട്ടില്ല. ഈ ദ്രാവകമല്ലാത്തതുണ്ടല്ലോ, കഞ്ചാവ് മറ്റേ മറിച്ച്, അതിനൊക്കെ സെക്ഷൻ ഉണ്ട്. 40 അടിയല്ല, സെക്ഷൻ ഉണ്ടാവുക. അഫിയു എന്നൊക്കെ പറഞ്ഞ് അർബൈന ബിഖ്റാരി. അതെങ്ങനെ സ്ഥിരപ്പെടുക? ബിഖ്റാരിഹി, ഒന്നിക്ക് അവൻ സമ്മതിച്ചുകൾ കൊണ്ട്, ഔ ഷഹാദത്ത് റജുലൈനി, 2 പുരുഷന്മാർ സാക്ഷി നിൽക്കൽ കൊണ്ട്. അല്ലാതെ കണ്ണിൻ്റെ വാസന കൊണ്ടോ ഒന്നും പറ്റൂല. കള്ളുടിയ ഇങ്ങനെ ആടിപ്പാടി ഒന്നും കൂട്ടിൽ ഛർദ്ദിച്ച് അങ്ങനെ പറ്റൂല. ഇനി കക്കുന്നതിൻ്റെ ശിക്ഷയാണ് പറയുന്നത്. അത് കുറച്ച് ദീർഘായതോടെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.